എല്ലാരും ധ്യാൻ ചേട്ടന്റെയും പ്രകടനം പറയണം. ധ്യാൻ ചേട്ടൻ കുഴപ്പമൊന്നുമില്ല. ധ്യാൻ ചേട്ടൻ മറ്റേ തിരക്കഥകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ല ധ്യാൻ ചേട്ടൻ അല്ല അത് ധ്യാൻ സംബന്ധിച്ചുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. ധ്യാനിന് അറിയാം. ധ്യാൻ ചില സാധനങ്ങൾ വരുന്നത് ധ്യാനിങ്ങനെ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ധ്യാനിങ്ങനെ പടങ്ങൾ ചെയ്യും. നല്ല പടങ്ങൾ ചെയ്യാൻ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ വെറുതെ ഇരുന്നോണ്ടിരിക്കും. ചൂസിയായിട്ട് ഇങ്ങനെ വിട്ടിരിക്കും. ഞാൻ തീരെ ചൂസി അല്ലാന്ന് എല്ലാ ഇന്റർവ്യൂലും പറയുന്ന ഒരാളാണ്. ഞാൻ ചേട്ടൻ തെരഞ്ഞെടുത്ത പടത്തിൽ തന്നെ തിരിച്ചു വരേണ്ടി വന്നു. ചൂസ് ചെയ്ത് അവസാനം കിട്ടിയതോ എന്റെ പടം. ഇവനെ എത്ര വയസ്സായെന്നറിയാമോ? 21 വയസ്സ്. നിനക്ക് എത്ര വയസ്സായി? 28, 25. ചേച്ചിന്ന് വിളിയടാ. ഇവനെ കണ്ടപ്പോ നല്ല പ്രായം തോന്നുന്നു. ഇവന് എത്ര വയസ്സ്? വാസ്തവം ചെയ്തപ്പോ പൃഥ്വിരാജിന് രാജുവേട്ടന് 24 വയസ്സല്ലേ? ആ 22 22 അങ്ങോട്ട് ചെയ്യും. അടുത്ത 22 എല്ലാം കൂടെ കൂട്ടിയത് ഇങ്ങനെ പ്രായം. സത്യം പറയട്ടെ, ഞാൻ ആ കൈസേഹോയ്ക്ക് ശേഷമാണ് ഇപ്പൊ ധ്യാനിനെ കാണുന്നത്. ആ കൈസേഹോയ്ക്ക് എല്ലാ ഇന്റർവ്യൂവിലും എന്നെ പിടിച്ചിരുത്തിയിട്ട് നിനക്ക് ഒത്തിരി റോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ, എന്നിട്ട് ഞാൻ അഭിനയിച്ച റോളും കൂടെ എങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ അതുകൊണ്ടാണ് പിള്ള കൊത്തെറി കുറഞ്ഞത്. പിന്നല്ലേ ഞാൻ അറിയുന്നത് അത് കട്ട് ചെയ്ത് കളഞ്ഞു. എന്തൊരു മനുഷ്യൻ നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്നോട്. കട്ട് ചെയ്തല്ല, അവിടുന്ന് കട്ടായി പോയ. എടുക്കാത്ത ഒരു സിനിമ പോലും ഇല്ല. എല്ലാം ഉണ്ട്. അങ്ങനെയാണ്. റോബോട്ടിക് ക്യാമറ ഒക്കെ വെച്ചുള്ള ഫൈറ്റ് ഉണ്ട്. അന്നത്തെ ദിവസം ഞാൻ ഇല്ലല്ലോ. ഏത് പടത്തിന് ഞാൻ അങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് എല്ലാത്തിനും ഞാൻ ദേഷ്യപ്പെടുന്ന എല്ലാത്തിനും ഒരുപോലെ. ദേഷ്യപ്പെടുന്നതല്ല, ഞാൻ ഒരു എക്സ്പ്രഷൻ സ്ഥിരമായിട്ട് ഇടാറ്. അതെന്നറിയാമോ? കഥ അറിയില്ല, പിന്നെ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അദ്ദേഹം അവനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ നമ്മളെ കൊല്ലാൻ വരുന്ന പോലെ എനിക്ക് സത്യം നമ്മള് ശരിക്കും നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഫീൽ പേടിയാവും. അങ്ങനെ ക്യാരക്ടർ പിടിച്ച രണ്ടാളേ ഉള്ളൂ. ഒന്ന് അവനും നസീർ. അത് സത്യമാണ്. ക്യാരക്ടർ പിടിക്കേണ്ടത് എല്ലാം ഒരുപോലെയാണ്. ഏതെടുത്താലും ഒരുപാട് പിന്നെ ക്യാരക്ടറെ നോക്കണ്ട. ഈ കുറി ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഒന്ന് ഇവരെല്ലാരും ഒരു ഗ്യാങ് ആയിട്ട് അല്ലെ, ഇവരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നത്. നമ്മളെ ഹോട്ടല് നമുക്കൊക്കെ ലോഡ്ജും വീടും അല്ല. നിങ്ങൾക്ക് വീട്, നമുക്ക് ലോഡ്ജ്. ഫൈവ് സ്റ്റാർ, പുള്ളി സൂപ്പർ സ്റ്റാർ. എടാ 5 സ്റ്റാർ അല്ലടാ, ഞാൻ തന്നെ അതാ ഹോട്ടലിന്റെ പേര്. ധ്യാൻ 2.0 എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അതെന്താ ധ്യാൻ അങ്ങനെ? എന്താ അങ്ങനെ പറഞ്ഞു മടുത്ത്. അതെ, എന്താന്നറിയാമോ? സാധാരണ കാണുന്ന ഒരു ലുക്കല്ല, ചേഞ്ച് ഉണ്ട്. ചേഞ്ച് കണ്ടുപിടി. ഈ പോസ്റ്ററിൽ എന്ത് ലുക്ക് ചേഞ്ച് എന്നാണ് പറയുന്നത്? പെരുകം ത്രെഡ് ചെയ്തോ എന്താ? അല്ല, ഞാൻ ചോദിക്കാറ്, ഇനി 1.0 ലേക്ക് വരുമോ?
ഞങ്ങൾ 3.0 അല്ലേ 3.0 ആണ് ഞങ്ങളുടെ ലക്ഷ്യം. അതെ അത് ലക്ഷ്യം അതാണ്. അതെ, പക്ഷെ ഞങ്ങളെല്ലാം അങ്ങനെയല്ലല്ലോ. -0 വരെ അഭിനയിച്ചു കളയും. ഞാൻ അടുത്തൊരു ചെറിയൊരു ഗോപി വെച്ചിട്ട് 3 ഇങ്ങനെ. അല്ല ഞാൻ പറഞ്ഞതല്ല, ഇതിപ്പോ ഈ സിനിമയുടെ മെറിറ്റും കൂടെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. ചിലപ്പോ 1.4 പോവാം, 0.0 ഒക്കെ എത്തും, മൈനസ് വരെ പോവാം. പറഞ്ഞല്ല, പക്ഷെ തിരിച്ചു വരും. അതെ അതെ, അതെനിക്കറിയാം. നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചിലാടി പറയുന്നതെന്തുവാ ഹിന്ദിയോ മറാത്തി തീരുമാനിക്കട്ടെ. പക്ഷെ ഡെഫിനറ്റ്ലി ക്വാളിറ്റി സിനിമയായിരിക്കും. ആണ് അല്ലെ. ഇനി ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ സന്തോഷം നിങ്ങളോടൊക്കെ പറയാനുണ്ട്. ആ പേഴ്സണൽ ഞാൻ സന്തോഷം ഗർഭിണിയാണെന്നാണ്. സത്യം. അതെ. സന്തോഷല്ലേ ലഡു കഴിക്കട്ടെ. ലഡു കഴിക്കാൻ. ഇത് ആദ്യമായിട്ടല്ലേ അതെ, ആ എല്ലാവരുടെയും അറിവിടേക്ക് ആദ്യം ഞാൻ റീച്ചായി. പഠിപ്പിക്കാനുള്ള എല്ലാ രീതിയും ഉണ്ടാകും. ആ ചെറുക്കനെ പഠിപ്പിക്കുക. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തീരുമാനിച്ചു. അത്ര വലിയ ഡിറ്റക്റ്റീവാ. ഇത് കറക്റ്റ് കണ്ടുപിടിച്ച എന്നെ കറക്റ്റായിട്ട് ഞാൻ കണ്ടുപിടിച്ചു ഗർഭിണിയാണോ. അതെങ്ങനെ കണ്ടുപിടിച്ചു? അത് പ്രത്യേക ഒരു കഴിവാ. വളരെ ഗർഭിണിയാക്കിയിട്ടുള്ളൂ. രണ്ടു കൊല്ലം മുമ്പ് കൊടുത്തിട്ടുണ്ട്. 1.5 കൊല്ലം മുമ്പ് രണ്ടെണ്ണം ജിഞ്ചർ മീഡിയം അല്ലല്ല രണ്ടായിരുന്നു. സെറ്റാക്ക് പാറ